കൊച്ചിയിൽ ഗെയിമിംഗ് സോഫ്റ്റ്വെയർ കമ്പനിയെ കബളിപ്പിച്ച 4 പേർക്കെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഇൻഫോകോം സോഫ്റ്റ്വെയർ സ്ഥാപനത്തിലെ ഗെയിമുകൾ അനധികൃതമായി പുറത്തുകൊടുത്ത് തട്ടിപ്പ് നടത്തിയവർക്കെതിരെയാണ് കേസ്. കമ്പനിക്ക് 2 കോടിയോളം രൂപയാണ് നഷ്ടമായത്. ഇൻഫോകോം എന്ന ഗെയിമിംഗ് സോഫ്റ്റ്വെയർ കമ്പനിയുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്ന 4 പേരാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയത്. കമ്പ്യൂട്ടറിൽ നിന്ന് കോപ്പി ചെയ്ത ഗെയിമുകൾ ഇവർ ആവശ്യക്കാർക്ക് വിറ്റു. ഇതിലൂടെ കമ്പനിക്ക് 2 കോടി രൂപയോളം നഷ്ടമായതായി ഇൻഫോകോം മാനേജിംഗ് ഡയറക്ടർ അരുൺ. കഴിഞ്ഞ ഏകദേശം 2 വർഷത്തോളം സമയം കൊണ്ട് ചെയ്തേക്കുന്ന കാര്യം നോക്കുമ്പോൾ നമുക്ക് കുറഞ്ഞത് 2 കോടി രൂപയുടെ നഷ്ടം നമുക്ക് വന്നിട്ടുണ്ട്. 10 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു 25-ൽ പരം ഗെയിംസ് നമ്മളുടെ ശരിക്കും 4 പേര് വരും കൂടിയിട്ട് സിസ്റ്റത്തിൽ നിന്ന് കോപ്പി ചെയ്തെടുത്ത് നമ്മളുടെ ക്ലയൻസിനും മറ്റുള്ളവർക്കും വില കുറച്ച് കൊടുക്കുക. 2022-ലാണ് തട്ടിപ്പ് നടന്നത്. തെളിവുകളുടെ അഭാവം കേസ് കൊടുക്കുന്നതിന് തടസ്സമായി. എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ച ഇൻഫോ പാർക്ക് പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 4 പേർക്കെതിരെ കേസെടുത്തത്. തെളിവുകളും സാക്ഷികളുമുണ്ടെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും അരുൺ. ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ എങ്ങനെ ബ്രേക്ക് ചെയ്തെടുക്കാം എന്നുള്ള ടെക്നിക്കൽ നോളജ് ഉള്ളവരാണ് അവർ. ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതിനിപ്പോൾ ഏത് കമ്പനിയുടെ സിസ്റ്റത്തിലാണെങ്കിലും ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. ആ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് ഈ കോഡിനെ ഇവർ ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് വേണ്ട സ്ഥലത്ത് നിന്ന് ഡൗൺലോഡ് എടുക്കുക. അങ്ങനെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലാകും. തെളിവുണ്ട്, സാക്ഷിയുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ കോടതിയിൽ തന്നെ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. സൈബർ ക്രൈം ഉൾപ്പെടെയുള്ള വകുപ്പുകളിലാണ് കേസെടുത്തത്. കൂടുതൽ പേർ തട്ടിപ്പിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. റിപ്പോർട്ടർ, കൊച്ചി.